വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം ജീവിതത്തിൽ നഷ്ടപ്പെടാതിരുന്നാൽ നിന്നെ ദൈവം പരിപാലിക്കും. ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട ഒരു പുണ്യമാണ് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം. ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം നഷ്ടപ്പെട്ടാൽ ആത്മീയ ജീവിതം തകരാൻ തുടങ്ങും. ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം നഷ്ടപ്പെട്ടാൽ ആത്മീയതയിൽ അർത്ഥം നഷ്ടപ്പെടാൻ തുടങ്ങും. ദൈവത്തിന് വേണ്ടി ഒരു ദാഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തിൻ്റെ സംതൃപ്തി നഷ്ടപ്പെടും. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹത്താൽ നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കാം. ഈശോ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കലേക്ക് വരട്ടെ. നീ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ ഇരുന്ന് കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞ് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് നേടിയെടുക്കേണ്ട അഭിഷേകമാണ് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം. എൻ്റെ പ്രിയപ്പെട്ട ശാലോ പ്രേക്ഷകരെ, ഇന്ന് വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ, ഈ വചനാഗ്നി ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം നിൻ്റെ ഉള്ളിൽ നിറഞ്ഞ് കവിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം നിറയ്ക്കണമേ, ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം ജ്വലിപ്പിക്കണമേ, എൻ്റെ ആത്മാവിനെ ഉണർത്തണമേ, എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ, എൻ്റെ ആത്മീയ ശക്തിയെ നിറച്ച് കർത്താവിന് സാക്ഷി വഹിക്കുവാനായിട്ട് എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ ശക്തമായിട്ട് സ്തുതിച്ച് ആരാധിക്കാം. ഹാലലുയ ഹാലലുയ. യേശുവേ, ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹാലലുയ 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 ഹാലലുയ. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരാത്മാവിനെ സ്നേഹിക്കുന്നതിൻ്റെ ഏറ്റവും അടയാളമാണ് ആത്മാവിന് ദൈവത്തോടുള്ള ഒരു ദാഹമുണ്ട്. അതുകൊണ്ടാണ് പല വചനങ്ങളിൽ നമുക്കറിയാം, യോഹന്നാൻ 6:63 ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. അല്ലെങ്കിൽ റോമാലേഖനം 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ആത്മീയ ജീവിതത്തെക്കുറിച്ച് ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ, ഈ വചനങ്ങളൊക്കെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഒരു അഭിഷേകമാണ് ഈ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം. അത് ഒരു വ്യക്തിയുടെ ആത്മാവിൽ നിക്ഷേപിച്ചതാണ്. അപ്പോൾ ആത്മാവിന് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ട്. അപ്പോൾ ആത്മാവ് ദൈവത്തെ പ്രാപിക്കാൻ, ദൈവത്തെ സ്വന്തമാക്കാൻ, ദൈവത്തിൽ എത്തിച്ചേരുവാനുള്ള അതിയായ ദാഹത്തോടു കൂടിയാണ് ഓരോ വ്യക്തിയുടെ ഉള്ളിൽ നിൽക്കുന്നത്. അപ്പോൾ ഉള്ളിലെ ആത്മാവിന് ദൈവത്തെ സ്വന്തമാക്കാൻ, ദൈവത്തെ പ്രാപിക്കാനുള്ളൊരു ദാഹമുണ്ട്. ഈ ദാഹം എങ്ങനെ നഷ്ടപ്പെടും? ആത്മാവിൻ്റെ ദാഹം, ആത്മാവിന് ദൈവത്തെ സ്വന്തമാക്കാനുള്ള ദാഹത്തെ നഷ്ടപ്പെടുന്ന മേഖല എങ്ങനെയാണ്? ആ വ്യക്തിയുടെ ശരീരം ലോകത്തിന് വേണ്ടി, ശരീരം പാപത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം നഷ്ടപ്പെടും. ഹല്ലേലൂയ. ആത്മാവിന് ദൈവത്തോടുള്ള ദാഹത്തെ ക്ഷയിപ്പിക്കുന്നതാണ് ശരീരത്തിന് പാപത്തോടുള്ള, ശരീരത്തിന് ലോകത്തോടുള്ള ദാഹം.
അതുകൊണ്ടാണ് ബൈബിളിൽ യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 5:19 നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ്റെ വലയത്തിൽ. അപ്പം ലോകവുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ ലോകത്തിന് അനുരൂപനായി, അതുകൊണ്ടാണ് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ലോകത്തിന് അനുരൂപരാകുമ്പോൾ, ലോകവുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ, ശാരീരിക സന്തോഷങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ, അഭിലാഷങ്ങൾ നമ്മളെ നയിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം നഷ്ടപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ബൈബിളിലെ ചില കഥാപാത്രങ്ങളെ എടുത്തു നോക്കാം. സമരിയാക്കാരി സ്ത്രീ കിണറ്റിൻകരയിൽ വെള്ളം കോരാനായിട്ട് വരുമ്പോൾ ശരീരത്തിൻ്റെ ദാഹവുമായിട്ട് പോകുന്നവളാണ്. ശരീര അഭിലാഷങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവളാണ്. ഒരു പുരുഷനെ കിട്ടാൻ, ഒരു പുരുഷനെ സ്വന്തമാക്കാൻ, അവനുമായിട്ടൊരു ശാരീരിക ബന്ധം പുലർത്താൻ, അങ്ങനെയുള്ള ശാരീരിക ദാഹത്തിന് വേണ്ടി മാത്രം ജീവിച്ചവളാണ്. അങ്ങനെ ഇരിക്കുന്ന അവളുടെ ആത്മീയ സ്ഥിതിയോ വളരെ തകർന്നു. അതാണ് ഈശോ അവൾക്ക് വേണ്ടി, അവളുടെ ഉള്ളിലുള്ള ആത്മീയ ദാഹത്തെ ജ്വലിപ്പിക്കാൻ വേണ്ടിയാണ് കിണറ്റിൻകരയിൽ ഇരിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള ആത്മീയ ദാഹത്തെ ഉണർത്താൻ ദൈവം അനേകം വഴികളിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീക്ക് വേണ്ടി കിണറ്റിൻകരയിൽ ഇരുന്നു, ഇവളോട് സംസാരിക്കുന്നു, ഇവളുടെ ശാരീരികമായ അഭിലാഷങ്ങളുടെ ദുരന്തഫലം ഇവളോട് പറയുന്നു, ഇവളുടെ കുടുംബജീവിതത്തിൻ്റെ, ഇവളുടെ രഹസ്യ ജീവിതത്തിൻ്റെ തകർച്ച വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഈശോ ഇവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ടാണ് ഇവള് കിണറ്റിൻകരയിൽ വെച്ച് കുടം താഴെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോവുക. പട്ടണത്തിലേക്ക് പോകുന്നത് ഒരിക്കലും ആ കിണറ്റിൻകരയിലേക്ക് വരുന്നത് പോലെയല്ല. കിണറ്റിൻകരയിലേക്ക് വരുന്നത് ആത്മീയ സന്തോഷം നഷ്ടപ്പെട്ട് ജഡത്തിന്, പാപത്തിന് അടിമയായിട്ടാണ് വരുന്നത്. ആ കിണറ്റിൻകരയിൽ വെച്ച് ജഡത്തിൻ്റെ ദാഹം നഷ്ടപ്പെട്ട് ആത്മാവ് ജ്വലിക്കാൻ തുടങ്ങി. പിന്നെ ആ പട്ടണത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? പട്ടണത്തിലേക്ക് പോകുന്നത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ്, ആത്മാവ് ജ്വലിച്ചിട്ടാണ്. ആ യാത്രയിലുണ്ട്. തിരിച്ച് അവളൊരു പട്ടണ നിവാസികളെ മുഴുവൻ ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ ജനത്തെ കൊണ്ടുവരുന്നത് ഇപ്രകാരം പറഞ്ഞിട്ടാണ്: ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരാൾ ഞാൻ കണ്ട, അത് ക്രിസ്തുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ആളുകളെ കൊണ്ടുവരുന്നത്. എത്രമാത്രം ഉത്സാഹമാണ് ഈശോയുടെ അടുക്കലേക്ക് ആളുകളെ കൊണ്ടുവരാനായിട്ട്. അവളുടെ ഉള്ളിലെ അവളുടെ ആത്മാവിൻ്റെ ദാഹം, ഈശോയ്ക്ക് വേണ്ടിയുള്ള ദാഹം ജ്വലിച്ചു. ഈശോയെ സ്വന്തമാക്കാനുള്ള ദാഹം ജ്വലിച്ചു. അതുകൊണ്ടാണ് പട്ടണവാസികളെ മുഴുവൻ അവൾ ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത്. ആ ആത്മാവിന് കിട്ടിയ അഭിഷേകമാണ് ഉള്ളിലെ ആത്മീയ ദാഹം. ആ ആത്മാവിന് കിട്ടിയ അഭിഷേകമാണ് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം. പ്രിയപ്പെട്ടവരെ, അവൾക്ക് പുതിയൊരു അഭിഷേകം കിട്ടി. അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവളുടെ ഉള്ളിലുള്ള ആത്മീയ ശക്തി ജ്വലിച്ച് അവൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവളായിട്ട് മാറി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നീ ഒരിക്കലും നിൻ്റെ ശാരീരികമായ സന്തോഷങ്ങൾക്ക്, ജഡികമായ ആഗ്രഹങ്ങൾക്ക്, ശരീരത്തെ തൃപ്തിപ്പെടുത്തിയുള്ള സന്തോഷങ്ങൾക്ക് അടിമയായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിനക്കൊരിക്കലും ആത്മീയ ദാഹത്തിൻ്റെ വില അറിയാൻ കഴിയുകയില്ല. ദൈവം നിൻ്റെ ആത്മാവിന് നൽകിയിരിക്കുന്ന ഒരു ദാഹമുണ്ട്. നീ ശരീര സന്തോഷങ്ങൾക്ക് വേണ്ടിയും ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടിയും ഈ ലോകത്തിൻ്റെ ജഡികമായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടിയും മദ്യപാനത്തിന് വേണ്ടിയും വ്യഭിചാരത്തിന് വേണ്ടിയും ലോകസുഖങ്ങൾക്ക് വേണ്ടിയും പാപസുഖങ്ങൾക്ക് വേണ്ടിയും പൈശാചിക ബന്ധനങ്ങൾക്കും അടിമപ്പെട്ടുമൊക്കെ ജീവിച്ചു കഴിയുമ്പോൾ നിന്റെ ആത്മാവ് ഏറ്റവും തകർച്ചയിലാണെന്ന് നീ തിരിച്ചറിയണം. അതുകൊണ്ടാണ് അവൾക്ക് ജീവൻ വരാൻ തുടങ്ങി, അവളുടെ ജീവൻ നിറയാൻ തുടങ്ങി, അവളുടെ ഉള്ളിൽ ആത്മീയ സന്തോഷം നിറയാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഒരു പട്ടണത്തെ മുഴുവൻ, ആ പട്ടണത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ പട്ടണം മുഴുവൻ വന്ന് ഈശോയോട് പറയണം, ഞങ്ങളോടൊത്ത് വസിക്കണം. ഈ സ്ത്രീയിലൂടെ അഭിഷേകം ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി. ഈ ആത്മീയ ദാഹമുള്ള ഒരു വ്യക്തിയിലൂടെ ഒരു ദേശത്തിലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒഴുകും. ആത്മീയ ദാഹമുള്ള ഒരു വ്യക്തിയിലൂടെ ഒരു കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകും. ഒരു വീട്ടിലെ അപ്പന് അല്ലെങ്കിൽ ഒരു വീട്ടിലെ അപ്പൻ അല്ലെങ്കിൽ അമ്മയ്ക്ക്, മക്കൾക്ക്, സഹോദരങ്ങൾക്ക് ആത്മീയദാഹം ദൈവം നിക്ഷേപിച്ചു. ആ ആത്മീയദാഹം ഉണ്ടെങ്കിൽ, ആത്മീയദാഹം കൊണ്ട് ജ്വലിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകാൻ തുടങ്ങും. ആ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങാൻ തുടങ്ങും. ഇന്ന് ആത്മീയ തകർച്ച നേരിടാനുള്ള കാരണം ആത്മീയ ദാഹമുള്ള ആരും തന്നെ നമ്മുടെ ഭവനങ്ങളിലില്ല. ആർക്കും ഒരു ദാഹമില്ല, ആർക്കൊന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ഉത്സാഹമില്ല. പല പ്രാർത്ഥനകളെ ഒന്ന് പരിശോധിച്ചാൽ യാന്ത്രികമായ പ്രാർത്ഥനയാണ്, ഈ അർത്ഥമില്ലാത്ത പ്രാർത്ഥനയാണ്, അഭിഷേകമില്ലാത്ത പ്രാർത്ഥനയാണ്, ഉണർവില്ലാത്ത പ്രാർത്ഥനയാണ്, അരമണിക്കൂർ തീർക്കാൻ വേണ്ടിയുള്ള ജപമാലയാണ്, 10 മിനിറ്റ് എങ്ങനെയെങ്കിലും തീരാൻ വേണ്ടിയുള്ള ബൈബിൾ വായനയാണ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവസാനിക്കാൻ വേണ്ടിയുള്ള കുർബാനയിൽ പങ്കുചേരലാണ്. അതിനൊരു അർത്ഥമില്ല, അതിനൊരു അഭിഷേകമില്ല.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ പങ്കെടുക്കുന്ന പരിശുദ്ധ കുർബാനയ്ക്കും നീ ചൊല്ലുന്ന ജപമാലകൾക്കും നീ വായിക്കുന്ന വചനത്തിനുമൊക്കെ നിനക്ക് അഭിഷേകം കണ്ടെത്തണമെങ്കിൽ നീ പരിശുദ്ധാത്മാവിൽ നിറയണം. നിൻ്റെ ആത്മാവ് ജ്വലിക്കണം. വീണ്ടും പരിശോധിച്ച് നോക്കിക്കേ, ഈശോയെ അടുക്കലേക്ക് ഓടി വരുന്ന ബർത്തമ്യൂസിനെ അറിയാം. ബർത്തമ്യൂസ് വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നത് പോലെയല്ല ഈശോ വിളിക്കുമ്പോൾ. വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുമ്പോൾ അവൻ്റെ ആത്മാവിൻ്റെ ഊർജം നഷ്ടപ്പെട്ടു, അവന് ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു. അവനോട് പറയുന്നൊരു വാക്യം അതാണ്, ഇവൻ അറിയുന്നൊരു കാര്യമാണ്, ഈശോയാണ് ആ വഴി പോകുന്നതെന്ന് അറിയുമ്പോൾ ഈ ജ്വലിക്കാൻ തുടങ്ങിയാണ്. ഈ ജ്വലനം, ഹൃദയത്തിൻ്റെ ജ്വലനം, ഈ ദൈവസാന്നിധ്യം തിരിച്ചറിയുമ്പോൾ വളരെ അഭിഷേകമാണ്. ഈ ഹൃദയം ജ്വലിക്കുകയാണ് ബർത്തമ്യൂസിന്. ഈശോയാണ് ആ വഴി പോകുന്നതെന്ന് അറിയുമ്പോൾ ഹൃദയം ജ്വലിക്കുകയാണ്. ഈശോയെ കാണാൻ, ഈശോയെ സ്വന്തമാക്കാൻ, ഈശോയുടെ അടുക്കലെത്താൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹായെ അനുഭവിക്കാനും ഈശോ മിശിഹായുടെ അടുത്തെത്താനും ഈശോ ഒന്ന് സ്പർശിക്കുവാനും ഈശോ എന്ന് ഇടപെടാനും ഒക്കെയുള്ളൊരു ദാഹം നമുക്ക് നഷ്ടപ്പെട്ടത് ഏറ്റവും വലിയ തകർച്ചയാണ്. ഈ ദാഹം ഉള്ളിടത്തോളം കാലം ആത്മീയ ജീവിതം ഒരിക്കലും തകരുകയില്ല. ഈശോയെ ഒന്ന് തൊടാനും ഈശോയെ സ്വന്തമാക്കാനും ഈശോയുടെ അടുക്കലെത്താനും ഈശോയിൽ അഭയം തേടുവാനുള്ള ദാഹം, ആ ദാഹം നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നിടത്തോളം കാലം നിങ്ങളെ ഒരിക്കലും പിശാചിന് കീഴ്പ്പെടുത്താൻ പറ്റിയല്ല. ഇന്ന് മനുഷ്യൻ്റെ ഭൗതിക ദാഹം വർദ്ധിച്ചതുകൊണ്ട് ആത്മീയ ദാഹം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ എപ്പോഴൊക്കെ ഭൗമിക ദാഹം വർദ്ധിക്കുന്നുണ്ടോ, പണത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, വസ്തുക്കൾക്ക് വേണ്ടി, സുഖത്തിന് വേണ്ടി, ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ദാഹം വർദ്ധിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം നഷ്ടപ്പെടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിനക്ക് ദൈവത്തോടുള്ള ദാഹം നഷ്ടപ്പെടാനുള്ള വിളിയല്ല ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത്. അതാണ് ഈശോയുടെ അടുക്കലേക്ക് ഓടുമ്പോൾ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ്റെ പുറംകുപ്പായം വലിച്ചെറിഞ്ഞു. അവനറിയാം ഇനി അതിൻ്റെ ആവശ്യമില്ല. അവനെ സംരക്ഷിക്കാനുള്ള പുറംകുപ്പായമല്ല, അവനെ സംരക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് ബോധ്യമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ദൈവാനുഭവം കിട്ടിയൊരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം എന്താണ്? സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 91 നമ്മളെപ്പോഴും വായിക്കും, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടു നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. സ്നേഹത്തിൽ ഒട്ടു നിൽക്കുന്നതിനാൽ, അത്രയും സ്നേഹമുണ്ട് ഈശോയായിട്ട്. ഈശോയുടെ സ്നേഹം വർദ്ധിക്കുമ്പോൾ, ഈശോയുടെ ദാഹം വർദ്ധിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള വസ്തുക്കളിലുള്ള സന്തോഷമല്ല, ദൈവത്തിലുള്ള സന്തോഷമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് നീ തിരിച്ചറിയും. അതുകൊണ്ട് ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ദൈവത്തോടുള്ള ദാഹം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ദൈവത്തോടുള്ള ദാഹം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, നിൻ്റെ ഉള്ളിൽ നിൻ്റെ ആത്മാവിൻ്റെ ദാഹം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് നിൻ്റെ ശരീരത്തിൻ്റെ സന്തോഷത്തെ പ്രതി. അതുകൊണ്ടാണ് ഈശോ അവനെ വിളിക്കാൻ കാരണം അവൻ്റെ ഉള്ളിലുള്ള ദാഹം കണ്ടിട്ട്, അവൻ്റെ വിളിയല്ല, ഒരിക്കലും അങ്ങനെ വിളിയുടെ സ്വരത്തിൻ്റെ ആഴമല്ല, അവൻ്റെ ഉള്ളിലെ ദാഹമാണ് ഈശോ അവനെ വിളിക്കാൻ കാരണം. ഒത്തിരി ഈശോയെ പ്രാപിക്കാൻ, ഈശോയുടെ അടുക്കലെത്താനുള്ള ഉള്ളിലെ ദാഹം വർദ്ധിച്ചപ്പോൾ ഈശോ അവനെ വിളിക്കുകയാണ്, അവനെ എൻ്റെ അടുക്കലേക്ക് വിട്. ഉള്ളിലെ ദാഹത്തോടു കൂടി ദൈവത്തെ വിളിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ദൈവം പ്രാർത്ഥന കേൾക്കും. ഉള്ളിൽ ദാഹമില്ലാതെ എത്രമാത്രം അതരം തുറന്ന് സ്തുതിച്ചത് കൊണ്ടോ, ഉള്ളിൽ ദാഹമല്ലാതെ എത്രമാത്രം ദൈവത്തിൻ്റെ അടുക്കലിരുന്നു കൊണ്ടോ, ഉള്ളിൽ ദാഹമില്ലാതെ എത്രയെത്ര പ്രാർത്ഥനകൾ ചൊല്ലിയതുകൊണ്ടോ ഒരിക്കലും അഭിഷേകം ഉണ്ടാകണമെന്നില്ല. ദൈവം കേൾക്കണമെങ്കിൽ നിൻ്റെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടാകണം. ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം വർദ്ധിക്കും തോറും ദൈവത്തിൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈശോ ബർത്തമേസിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? അവൻ്റെ ഉള്ളിലെ ദാഹത്തിൻ്റെ ആഴം, ദൈവാനുഗ്രഹം അവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നതിന് കാരണമായി. നിൻ്റെ ഉള്ളിലെ ദൈവത്തിൻ്റെ ദാഹം നിൻ്റെ അടുക്കിലേക്ക് ദൈവത്തിൻ്റെ കൃപ വർഷിക്കപ്പെടുന്നതിന് കാരണമായിട്ട് തീരും. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ഒന്ന് ആത്മശോധന ചെയ്യണം. എനിക്ക് ദൈവത്തോടുള്ള ദാഹം നഷ്ടപ്പെട്ടു പോയോ? എൻ്റെ ആത്മീയ ദാഹം വർദ്ധിക്കുന്നുണ്ടോ? എൻ്റെ ആത്മീയ അഭിഷേകമൊക്കെ തളർന്ന അവസ്ഥയാണോ? എങ്കിൽ നീ പ്രാർത്ഥിച്ച് നിനക്ക് ദൈവത്തിന് വേണ്ടിയുള്ള ദാഹത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. ഉള്ളു തുറന്ന് ചങ്ക് പൊട്ടി വിളിച്ച് നോക്കിക്കേ. ദൈവത്തോടുള്ള ദാഹത്തെ കൊണ്ട് നിറച്ച് ദൈവത്തെ വിളിച്ചാൽ ദൈവം ഇടപെട്ടു. ദൈവത്തോടുള്ള ദാഹം നഷ്ടപ്പെട്ടിട്ട് ദൈവത്തെ വിളിച്ചാൽ വിളിക്കൊരർത്ഥമില്ല, വിളിക്കൊരു ജീവനില്ല. വീണ്ടും സക്കേവൂസിൻ്റെ ദാഹത്തിൻ്റെ അടയാളമാണ് ഈ മരത്തിൻ്റെ മുകളിൽ എല്ലാവർക്കും മുമ്പേ
ഈ ദാഹം വർദ്ധിച്ച് ഈശോയെ കാണണം എന്നുള്ളൊരു ദാഹം എല്ലാവർക്കും മുമ്പേ ആ മരത്തിൻ്റെ മുകളിൽ കയറാനായിട്ട് പ്രേരിപ്പിച്ചു. അതുകൊണ്ടല്ലേ ഈശോ ആ മരത്തിൻ്റെ അടുക്കലെത്തുമ്പോൾ സക്കേവൂസിനെ വിളിക്കാൻ കാരണം? സക്കേവൂസിനെ വിളിക്കാൻ കാരണം എന്താ? അത്രമാത്രം ദാഹമുണ്ട് ഈശോയെ കാണാൻ. ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമുള്ളവർക്കൊക്കെ കിട്ടുന്ന ഒരു അഭിഷേകമാണ്. അവനെ ഈശോ ചേർത്ത് പിടിക്കും, അവനെ അവൻ പൊതിഞ്ഞു നിർത്തും. അതാണ് ഈ സക്കേവൂസ് ഈശോയെ കാണാൻ വേണ്ടിയുള്ള ദാഹമാണ് മരത്തിൽ കയറാനായിട്ട് പ്രേരിപ്പിച്ചത്. അവൻ ഈശോയെ നോക്കുന്നുണ്ട്. എല്ലാവരും നോക്കുന്ന നോട്ടം പോലെയല്ല സക്കേവൂസിൻ്റെ. അതാണ് ഈശോ വിളിക്കുമ്പോൾ തിടുക്കത്തിൽ തന്നെ, അവിടെ കൃത്യം വചനമാണ്, തിടുക്കത്തിൽ തന്നെ താഴേക്ക് ഇറങ്ങി. തിടുക്കത്തിൽ അത്ര പെട്ടതാണ്. ഉള്ളിലെ ആത്മീയ ശക്തി അതാണ്. ഹൃദയം ജ്വലിക്കുക. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ ചിന്തിച്ച് നോക്കിക്കേ, അവർ പോകുന്നത് മ്ലാനവദനരായിട്ടാണ്. അവരോട് ദൈവം സംസാരിക്കുമ്പോൾ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങി. അവരുടെ മുമ്പിൽ വെച്ച് അപ്പം വിഭജിച്ചപ്പോൾ കണ്ണു തുറന്നു. പിന്നെയുള്ള അവരുടെ അവസ്ഥ എന്താണ്? പിന്നെ അവരെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് അവർ തിടുക്കത്തിൽ തന്നെയാണ്. അവൾ വളരെ പെട്ടെന്ന് തന്നെ അവർ ജെറുസലേമിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ദാഹത്തിൻ്റെ കാരണം എന്താ? അവർക്ക് കിട്ടിയ അഭിഷേകമാണ് ഈ ആത്മീയ ദാഹം. പ്രിയപ്പെട്ടവരെ, ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ഇതേ ദാഹം നിൻ്റെ ഉള്ളിൽ നിറഞ്ഞെങ്കിലേ നിൻ്റെ ജീവിതത്തിന് പൂർണ്ണമായിട്ടും അർത്ഥമുണ്ടാവുകയുള്ളൂ. ഈ ആത്മീയ ദാഹം നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെടുന്നത് കൊണ്ട് ആത്മീയ ജീവിതത്തിന് അർത്ഥമില്ലാതെ വരികയാണ്. അതുകൊണ്ട് അർത്ഥമുണ്ടാകണമെങ്കിൽ, ആത്മീയ ജീവിതം ശക്തി പ്രാപിക്കണമെങ്കിൽ ദൈവത്തോടുള്ള ദാഹം വർദ്ധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള ദാഹം വർദ്ധിക്കാനൊന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ എൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള ദാഹത്തെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ ഉള്ളിൽ ദൈവത്തെ പ്രാപിക്കാനുള്ള ദാഹം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ ഉള്ളിൽ ദൈവികമായ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച്, ആ ദാഹം നിറയുമ്പോൾ ആത്മീയ ജീവിതത്തിന് ഒരു സന്തോഷമുണ്ട്. ആ ദാഹം വർദ്ധിക്കുമ്പോൾ ആത്മീയ അഭിഷേകമുണ്ട്. അതാണ് ഈ വീട്ടിലേക്ക് സക്കേവൂസ് കൊണ്ടുപോകുമ്പോൾ ഈ കൂടെ ഈശോ വരുമ്പോഴുള്ള സന്തോഷമുണ്ട്. ഈശോ എന്തുകൊണ്ട് അവനോട് രക്ഷ പ്രാപിക്കുന്നു എന്ന് പറയാൻ കാരണം, ആ രക്ഷ പ്രാപിക്കുന്നു എന്ന് പറയാൻ കാരണം അതുവരെ അവൻ്റെ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തിയിരുന്നത് പണം വഴിയായിട്ടാണ്. ഒരുപക്ഷെ അർത്ഥം കണ്ടെത്തിയിരുന്നത് സമൂഹത്തിലെ സ്ഥാനം വെച്ചിട്ടാണ്. പക്ഷേ അവൻ്റെ ആത്മാവ് ജ്വലിക്കുന്നത് ഈശോയെ കണ്ടെത്തി കഴിയുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാവ് ജ്വലിക്കട്ടെ, നിൻ്റെ ഉള്ളിലുള്ള അഭിഷേകം ജ്വലിക്കട്ടെ. ആത്മാവ് ജ്വലിച്ച് ആത്മീയ മനുഷ്യൻ അനുദിനം ശക്തി പ്രാപിക്കുമ്പോഴുള്ള കൃപയുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കാം, എൻ്റെ ഉള്ളിലുള്ള ആത്മീയ ശക്തിയെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവേ, എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദാഹത്തെ, എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദൈവിക ദാഹത്തെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ഉള്ളിലുള്ള ദൈവിക ദാഹത്തെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തടവറയിലേക്ക് കടക്കുന്ന പൗലോസിനും സീലാസിനുള്ള ദാഹമുണ്ട്. പൗലോസിൻ്റെ സീലാസിൻ്റെ ദാഹം എന്ന് പറയുന്നത് ദൈവത്തെ പ്രാപിക്കാനുള്ള ദാഹമാണ്. അതുകൊണ്ട് ആ ദൈവത്തിന് വേണ്ടി, അതാണ് പൗലോസ്ലീഹ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുക. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയതിനാൽ പാപം ചെയ്യുകയില്ല എന്ന് പോലും പറയുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുക, യേശുക്രിസ്തുവിനെ നിറയുക. അതുകൊണ്ടാണ് ഒരു ജീവിതത്തിന് അർത്ഥമുണ്ടാകാൻ ഈ തടവറ വിചാരിപ്പുകാരനോട് പറയുന്നുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ദാഹത്തെ പ്രാർത്ഥന വഴിയായിട്ട് നിറയ്ക്കാനായിട്ട് കഴിയണം. ദൈവത്തിന് വേണ്ടിയുള്ള ദാഹത്തെ നിക്ഷേപിക്കാനായിട്ട് കഴിയണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള ദാഹം വർദ്ധിച്ചു കഴിയുമ്പോൾ ഈ ഒരു ആത്മീയ സന്തോഷമുണ്ട്. ചില ജീവിതങ്ങളിലൊരു പ്രത്യേകതയുണ്ട്, അത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണ്. ചില വൈദികർ, ചില സമർപ്പിതർ, ചില സന്യസ്തർ, അല്ലെങ്കിൽ ചില വൈദിക വിദ്യാർത്ഥികൾ വളരെ ദാഹത്തോടുകൂടി യേശുവിന് വേണ്ടി ജീവിക്കുന്നവരുണ്ട്. അനേകം മിഷൻ സ്ഥലങ്ങളിൽ, അനേകം വിവിധ ഇടങ്ങളിൽ, മതമർദ്ദനത്തിൻ്റെയൊക്കെ കേന്ദ്രങ്ങളിൽ, ക്രൈസ്തവ വിശ്വാസത്തെയൊക്കെ നശിപ്പിക്കുന്ന ഇടങ്ങളിൽ വളരെ തീഷ്ണതയോടെ തീയായിട്ട് ജീവിക്കുന്ന ചില ആത്മാക്കളുണ്ട്, ചില വ്യക്തികളുണ്ട്, ചില ശുശ്രൂഷകരുണ്ട്. ഇത്രയും തീ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈശോയ്ക്ക് വേണ്ടി മരിക്കാനുള്ള ആ തീ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഇത് ഉള്ളിലെ ആത്മീയ ദാഹമാണ്. ആത്മീയ ദാഹം, അവർ കർത്താവിന് വേണ്ടി ജീവിക്കുകയാണ്, കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാവുകയാണ്. കത്തോലിക്കാ സഭയിലെ വലിയൊരു ഇന്ത്യയിലെ വിശുദ്ധനാണ് ജോസഫ് വാസിനെ കുറിച്ച് പറയുന്നത്, ശ്രീലങ്കയിൽ ചെന്ന് കഴിഞ്ഞ് ഓരോ ദിവസവും അദ്ദേഹം വിവിധ തരത്തിലുള്ള ജോലികളാണ് ചെയ്യുന്നത്. അത് രഹസ്യത്തിൽ പല അലക്കുകാരനായിട്ട്, അല്ലെങ്കിൽ കൂലിപ്പണിക്കാരനായിട്ട്, മരക്കച്ചവടക്കാരനായിട്ട്, ഇങ്ങനെ പല ജോലി, സാധാരണക്കാരൻ്റെ ഒരു ജോലി ചെയ്തത് ഓരോ ആത്മാക്കളുടെ ഉള്ളിൽ ഈശോയോടുള്ള സ്നേഹം നിറയ്ക്കണം.
അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ ഇങ്ങനെ ശുശ്രൂഷ ചെയ്ത് ഒരു ദേവാലയം പോലും ഇല്ലാത്ത ശ്രീലങ്കയിൽ മരണസമയത്ത് അനേകം ദേവാലയങ്ങൾ പണി കഴിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിൻ്റെ കാരണം ഉള്ളിലെ ദാഹമാണ്. ഈ ഉള്ളിലെ ദാഹം ഇന്ന് സഭയിൽ കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് സഭയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തത്. സഭയിൽ ഇന്നത്തെ വലിയൊരു പ്രതിസന്ധികൾക്ക് കാരണം ആത്മീയ ദാഹം നഷ്ടപ്പെടുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ ദാഹം നഷ്ടപ്പെടാതിരിക്കാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള ആത്മീയദാഹം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ആത്മീയദാഹമുള്ള കുടുംബങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിനൊരു ശക്തിയുണ്ട്. ആത്മീയദാഹമുള്ള ഒരു സന്യാസ സമൂഹത്തിന് ശക്തിയുണ്ട്. ആത്മീയദാഹമുള്ള ഒരിടവകയ്ക്ക് ഒരു ശക്തിയുണ്ട്. ആ ഇടവക അവിടുത്തെ പ്രാർത്ഥനയ്ക്കും അവിടുത്തെ കുർബാനയ്ക്കും അവിടുത്തെ ആത്മീയ ജീവിതത്തിനൊക്കെ വളരെയധികം ശക്തിയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ ദാഹം നഷ്ടപ്പെടാതിരിക്കാനുള്ള കൃപ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ആത്മീയ ദാഹം നഷ്ടപ്പെടുന്നത് ഭൗതിക സന്തോഷങ്ങളെ കൂടുതലായിട്ട് താലോലിക്കുമ്പോഴാണ്. ആത്മീയ ദാഹം നഷ്ടപ്പെടുന്നത് ഈ ലോക വസ്തുക്കളെ അമിതമായിട്ട് സ്നേഹിക്കുമ്പോഴാണ്. ആത്മീയ ദാഹം നഷ്ടപ്പെടുന്നത് തിന്മയായിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെ ഞാൻ പോകുമ്പോഴാണ്. ആത്മീയദാഹം നഷ്ടപ്പെടുന്നത് നിന്നെ പാപത്തിലേക്ക് നയിക്കുന്ന പാപവഴികളിലൂടെ നീ ജീവിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയദാഹം നഷ്ടപ്പെടാതിരിക്കാൻ, ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ ആത്മീയദാഹം നഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ കുമ്പസാരത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെ, ഇതിലേറ്റവും പ്രധാന പരിത്യാഗത്തിലൂടെ നഷ്ടപ്പെട്ട അഭിഷേകത്തെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. സ്വന്തം ശരീരത്തിലും പരിഹാര പ്രവൃത്തികളിലൂടെയും നല്ലൊരു അഭിഷേകം ഓരോ വ്യക്തിയുടെ ഉള്ളിലേക്ക് നിറയും. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ആത്മീയ വളർച്ച നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അഭിഷേകം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ടൊന്ന് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ശക്തമായിട്ട് കർത്താവിലേക്ക് തിരിച്ചു വരണം. ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം. അത് ആത്മീയ വളർച്ചയാണ്. ആത്മീയ വളർച്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭൗതിക ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണാനായിട്ട് കഴിയുകയില്ല. ഇന്ന് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ പലരുടെയും ഉള്ളിലുള്ള ആത്മീയദാഹം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഈ നഷ്ടപ്പെട്ടു പോയ ആത്മീയദാഹത്തെ ഉണർത്താനായിട്ട് പരിശ്രമിക്കാം. ആത്മീയദാഹം നഷ്ടപ്പെടരുത്. ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതാവസ്ഥയ്ക്ക് ഒരു സന്തോഷവും ശക്തിയും ഒരു ജീവനും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശക്തമായ ആത്മീയദാഹം ഉണ്ടാകണം. ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ഇതൊരു നിയോഗമായിട്ടെടുക്കാം. ഇന്ന് ഈ വചന ശുശ്രൂഷ ഈ ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ പല മേഖലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക. കഴിഞ്ഞ കാലത്തെ തീഷ്ണതയില്ല, കഴിഞ്ഞ കാലത്തെ ഒരു ആത്മീയ സന്തോഷം ഇന്നില്ല. ഇന്ന് ഒത്തിരിയധികം അസ്വസ്ഥതയും ഒത്തിരിയധികം ഒരു ആത്മീയ ശക്തിയൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയാണെങ്കിൽ, പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, ആത്മീയ മേഖലയിൽ ഒത്തിരിയധികം പോരായ്മകളുണ്ടായെങ്കിൽ, ആത്മീയ മേഖലയിൽ ഒത്തിരിയധികം ഒരു മന്ദീഭവിച്ച അവസ്ഥയാണെങ്കിൽ, സഹോദരങ്ങളെ ശക്തമായിട്ടൊരു തിരിച്ചു വരണം. സഹോദരങ്ങളെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നല്ലൊരു കുമ്പസാരത്തിലൂടെ, നല്ലൊരു പ്രാർത്ഥനാ ജീവിതത്തിലൂടെ തിരിച്ചു വന്ന് ആത്മീയ ദാഹമുള്ള ഒരു വ്യക്തിയായിട്ട് ഈ ദാഹം വർദ്ധിക്കും തോറും ഈശോയ്ക്ക് വേണ്ടി എത്രമാത്രം ചെയ്താലും, ഈശോയ്ക്ക് വേണ്ടി എങ്ങനെയൊക്കെ ജീവിച്ചാലും, ഈശോയ്ക്ക് വേണ്ടി എന്തൊക്കെ സഹിച്ചാലും പോരാ എന്നുള്ളൊരു മനോഭാവം ഉള്ളിലേക്ക് വരും. ഇനിയും പ്രാർത്ഥിക്കണം, ഇനിയും നല്ലൊരു ജീവിതം നയിക്കണം, ഇനിയും പുണ്യം ചെയ്യണം എന്നുള്ള ദാഹം നിറയും. അപ്പം അതുകൊണ്ട് ഈ ആത്മീയ ദാഹം വർഷിക്കപ്പെടാൻ, ആത്മീയ ദാഹം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. തിരിച്ചു വന്ന്, അല്ലെങ്കിൽ ഒരു നല്ല തിരിച്ചുവരവിലൂടെ, നല്ല ആത്മീയ തീഷ്ണതയിലൂടെ ഈശോയ്ക്ക് സാക്ഷി വഹിക്കാൻ ഇടയാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവാനുഭവം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനാ ജീവിതം അപകടകരമായ അവസ്ഥയിലൂടെയാണ് പോകുന്നെങ്കിൽ, ആത്മീയ ജീവിതം വലിയൊരു തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നെങ്കിൽ, കർത്താവേ, എൻ്റെ ഉള്ളിൽ ഒരു ആത്മീയദാഹം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സമരിയാക്കാരി സ്ത്രീയുടെ അടുക്കൽ ഈശോ വചനം പ്രസംഗിച്ചപ്പോൾ അവളുടെ രഹസ്യ ജീവിതത്തെ പുറത്തു കൊണ്ടുവന്ന് അവളുടെ ഉള്ളിൽ കടന്ന അശുദ്ധിയെ പുറത്താക്കി ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം ജ്വലിപ്പിച്ചു കൊടുത്ത് ഒരു തീഷ്ണമതിയാക്കിയതുപോലെ, നിരാശപ്പെട്ട് വഴിയരികിലിരുന്നവനെ ജനത്തിൻ്റെ ഇടയിലൂടെ കടത്തി ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് ജനമധ്യത്തിലാക്കിയതുപോലെ, അല്ലെങ്കിൽ നിരാശപ്പെട്ട് എമ്മാവുസിലേക്ക് പോയ ആളുകളുടെ, ആ അപ്പസ്തോലന്മാരുടെ ഉള്ളിൽ ദൈവത്തോടുള്ള തീ നിറച്ച് ജെറുസലേമിലേക്ക് തിരിച്ചു കൊണ്ടുപോയതുപോലെ
നമുക്കും ഈ ശുശ്രൂഷയുടെ സമയത്ത് ആത്മീയ ദാഹം കൊണ്ട് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ആ സക്കേവൂസ് ഭവനത്തിലേക്ക് പോയതുപോലെ സന്തോഷത്തോടെ, വീട്ടിൽ നിന്ന് വന്നത് നിരാശയോടു കൂടിയാണെങ്കിൽ ഈശോയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് പോയതുപോലെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈശോയുടെ ആത്മാവെ നിറയണമേ, എൻ്റെ ഉള്ളിൽ ഒരു ആത്മീയ അഭിഷേകം നിറയ്ക്കണമേ, എൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള ദാഹത്തെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ആത്മീയ ദാഹം കൊണ്ട് നിറയാൻ ആഗ്രഹിച്ച് ഒരു നിമിഷം നമ്മൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് ശക്തിയോടെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. സ്തുതിക്കുന്നു. എൻ്റെ ഉള്ളിലെ ആത്മീയ ദാഹത്തെ ജ്വലിപ്പിക്കണമേ, എൻ്റെ ഉള്ള ആത്മീയ ശക്തിയെ ജ്വലിപ്പിക്കണമേ, എൻ്റെ ഉള്ളിൽ ആത്മീയ സന്തോഷം നിറയ്ക്കണമേ. നിരാശയുടെയും അപകർഷതയുടെയും അസ്വസ്ഥതയുടെയും പാപ സന്തോഷങ്ങളുടെയും ഫലമായിട്ടുള്ള ആ തിന്മയുടെ സ്വാധീനങ്ങൾ, നിരാശകൾ, തളർച്ചകൾ എടുത്തു മാറ്റി ആത്മീയ ശക്തിയെ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ ആത്മാവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യത്തെ നിറച്ചനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ ശക്തി നിങ്ങളെ എല്ലാവരുടെയും നിറയട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈശോയുടെ കുരിശിൻ്റെ സംരക്ഷണവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ കൈമാറി